നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. ഹലോ ഹായ് നമസ്കാരം, ഞാൻ ഉമാർ. ആളെ കിട്ടിപ്പോയി മതി. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തെന്താ വെച്ചാല് കുറച്ച് സ്ഥലത്ത് പോസ്റ്റ് കണ്ടു, അശ്വന്ത് കോക്ക് ബാഡ് ബോയ്സിന്റെ റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പൊ കുറച്ച് റിവ്യൂ പറയുന്നവരെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. അശ്വന്ത് കോക്ക് ബാഡ് ബോയ്സ് സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടില്ല. കാരണം അശ്വന്ത് കോക്ക് ഇനിയായിട്ട് എനിക്ക് ചങ്സ് ഹാപ്പി വെഡിങ് കഴിഞ്ഞത് മുതൽ പരിചയമുണ്ട്. ചങ്സിൽ അശ്വന്ത് കോക്ക് ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് ഒരു ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ അശ്വന്ത് കോക്കിന് ഇഷ്ടപ്പെട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് പറയും അത് ഒമർ ലുലുവിനായിട്ടുള്ള പരിചയത്തിന്റെ പേരിൽ നല്ല റിവ്യൂ കൊടുത്തതാണ്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അശ്വന്ത് കോക്കിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ സിനിമ അശ്വന്ത് റിവ്യൂ ചെയ്യേണ്ട. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്, കടപ്പാട് കാണിക്കാൻ പറ്റിയ സമയം ഓർമ്മയിട്ടല്ലോ. ഉണ്ണി വ്ളോഗ് ഒരു മോശം റിവ്യൂ ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ എന്താ? സിനിമ മോശമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവന് ഇന്റർവെല്ലിനെ ഇറങ്ങി ഓടാൻ തോന്നി. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി മുഖമൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. അവൻ ഇറങ്ങി ഓടാൻ തോന്നിയ, പക്ഷെ അവന്റെ കാറ് മറ്റേ വേറെ വണ്ടികളുടെ ഇടയിലായ കാരണം അവന് ഇറങ്ങി പോവാൻ പറ്റിയില്ല. അതുകൊണ്ട് അവൻ ആ സിനിമ മുഴുവൻ ഇരുന്ന് കാണേണ്ടി വന്നു. ഒരു സിനിമ മുഴുവൻ ഇരുന്ന് കാണാൻ ക്ഷമ പോലും ഇല്ലാത്ത ഇവൻ എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂവർ ആവണത്? എന്റെ പൊന്നു ചങ്ങാതി, വല്ലപ്പോഴും ഞാനൊരു സിനിമ കാണുന്നതാ, അതില്ലാതാക്കല്ലേ. ഷസാം അവന്റെ മുഖം തന്നെ കണ്ട, അവന്റെ മുഖം എങ്ങനെയാ പുച്ഛാണ് അവൻ എല്ലാത്തിനോടും. പറ്റില്ല മുന്നേ, ഭയങ്കര പാടായിരുന്നു. ഈ വെല്ലോന്റെ സാധനങ്ങൾ കണ്ടിട്ട് അവന്റെ ആ സാധനം കൊള്ളാം, അവന്റെ ഈ സാധനം പോരാ, അവന്റെ ആ സാധനം അവന്റെ ഈ സാധനം പോരാ. മനസ്സിലായടാ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. ഒരു സ്വന്തം കാര്യം നീ ചെയ്ത് കാണിക്ക്, അപ്പൊ നമ്മള് നിന്നെയൊക്കെ അംഗീകരിക്കാം. കേട്ടറാ ഷസാമേ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ, ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോടാ പാട്ടികളെ. ഈ ഷസാം എന്ന് പറഞ്ഞോണ്ട് അഭിനയം കാണണമെങ്കിൽ നിങ്ങൾ അവന്റെ ടിക്ടോക്ക് പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എനിക്ക് ഇവരോട് ആരോടും പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമല്ലോ ഒന്നുമില്ല. എങ്ങനെ ഇരിക്കണം? പക്ഷെ ഞാൻ എത്ര ദിവസം വേണ്ടെന്ന് വെച്ചാ, പക്ഷെ ഇപ്പൊ കുറെ എണ്ണം അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഓക്കെ, എനിവേ ഹാപ്പി ഓണം. അല്ല, ഓണമൊക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാവരോടും ഞാൻ പോകുന്നു. ബൈ ബൈ.